എടീ ഇന്ന് പോണോ? അതെന്താ? ഇന്ന് കമ്പനിക്ക് പുതിയ കോൺട്രാക്ട് കിട്ടിയ ദിവസമല്ലേ? എടോ നല്ല അടിപൊളി പാർട്ടി ഉണ്ട് കേട്ടോ. എടാ ഇന്ന് അവൻ്റെ ബർത്ത്ഡേയാ. ഞങ്ങൾ ഒരുപാട് നാളായി കണ്ടിട്ട്. മാത്രമല്ല നിങ്ങൾ അവനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ മോളെ ഇവിടെ എത്ര പേരുണ്ട്. നീ ഈ ദിവ്യ പ്രേമം കൊണ്ട് നടന്നോ? അവനെ കണ്ടിട്ട് കുറേ നാളായെന്ന് പോലും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ നിങ്ങൾ എന്തായാലും വാ, നമുക്ക് വൈകിട്ട് പാർട്ടിക്ക് മുന്നേ എത്താന്നേ. എന്നാ വാ. എടീ ഇത് തന്നെയല്ലേ അമ്പലം? ആ അതെ, ഇപ്പൊ വരൂടാ. അതെ, ആ വരുന്ന ചേട്ടൻ. ഒത്തിരി നേരമായി വന്നിട്ട്. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. എൻ്റെ ഒരു ചെറിയ സമ്മാനം. ആ ഗിഫ്റ്റ് ഒക്കെ ആണല്ലോ, കൊള്ളാലോ. ഞാൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ, വാട്സാപ്പിൽ നിങ്ങളുടെയൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ചേട്ടാ ഗിഫ്റ്റ് കിട്ടിയല്ലോ, എന്നാൽ നമ്മൾ നോക്കോട്ടെ. അതെന്താ നിങ്ങൾ ബിസിയാണോ? ഞങ്ങൾ വെറുതെ നടക്കുമല്ലോ ചേട്ടാ, ഞങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരല്ലേ. ബിസി എല്ലാവരും നമുക്ക് ഓരോ കാലിച്ചായ അടിക്കായിരുന്നു. ഞാൻ ചായക്കട ഉണ്ടോ? ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ? അയ്യോ ഏട്ടാ, നമുക്ക് ആ കാലിച്ചായ വേണ്ട. എന്തോന്നിട്ടേ അവളുടെ ഗിഫ്റ്റിന്റെ കാശും കൂടെ അങ്ങ് പോയി കിട്ടിയല്ലാണ്ട് ഇപ്പം എന്ത്. എന്നതാ രഹസ്യം പറിച്ചിരി? ഇന്ന് കമ്പനിയിൽ നല്ല അടിപൊളി ട്രീറ്റ് ഉണ്ട്, നമ്മൾ അത് സെറ്റ് ആക്കിക്കോളാം. ആ ട്രീറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരണ്ടേ? ചേട്ടൻ്റെ ബർത്ത്ഡേ ഒന്നും പറഞ്ഞോണ്ട് ഇവിടെ വന്ന് നിൽക്കുവോ? ആണോ? എന്നാൽ ഞാനും കൂടി പറ്റാ പാർട്ടിക്ക്. ആണോ? എന്നാൽ ചേട്ടനും വന്നോ? ആ ഗേറ്റിൻ്റെ അവിടെ വരെ വന്നു, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതെന്താ? അത് ചേട്ടാ അവൾ ഉദ്ദേശിച്ചേ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരെ സെക്യൂരിറ്റി അകത്തോട്ട് കയറ്റില്ല, പ്രത്യേകിച്ച് ചേട്ടനെ പോലുള്ള ആൾക്കാരെ. അല്ലടാ, ചേട്ടനും കൂടി വരട്ടെ. അയ്യോ വേണ്ട. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ നിന്റെ അണ്ണന്, അയ്യോ സോറി ചേട്ടന് എന്താ തമിഴ്നാട്ടിലെ പരിപാടി? എനിക്ക് ബിസിനസ്സാ. ആണോ? എവിടെ? ചെന്നൈ. ആ എന്നിട്ട്? അതെന്താ ചിരിച്ചത്? അല്ല ഏട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, വിഷ്ണു, അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചതാ. ആണോ? ചെന്നൈയിൽ കറക്റ്റ് എവിടെയാ? അല്ല പിന്നെ ഇതിനെ ചിരിച്ചത്? അവനോട് ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ബിസിനസ്സാണ്. സത്യത്തിൽ ഏതോ കമ്പനിയിൽ അടിച്ചു തൂപ്പാണ് അവന് പണി. ആ എന്നാ ശരി, നമുക്ക് പോവാം. എടാ ചേട്ടനും കൂടി വരട്ടെ. നമുക്ക് പറഞ്ഞു മനസ്സിലാവാ. ഈ വേഷത്തിൽ അങ്ങോട്ട് ചെന്നാലും മതി. ആഹാ, വേഷമാണ് പ്രശ്നം. ഞാൻ ഇപ്പം മാറി പാൻറ് ഇടാം, എന്നിട്ട് എൻ്റെ വണ്ടിയിൽ വരാം. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ പോവാണ്, നിങ്ങൾ എന്തായാലും ആ വണ്ടി മേലെ അങ്ങ് വന്നാൽ മതി. ഓക്കെ? ഡാ ഡാ ഒന്ന് നിന്നേ. എന്താടേ? ഞാൻ ഇത്രയും നേരം മിണ്ടാതെ നിന്നതേ നിങ്ങൾ എവിടം വരെ പോകുമെന്ന് അറിയാനായിരുന്നു. എന്താ കാര്യം? അതെ, എൻ്റെ ചേട്ടൻ വരാതെ അവിടെ പാർട്ടി നടക്കില്ല. എടി നീ അത് വിട്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്നാ നീ കൊടുക്ക്. അതെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ ചേട്ടനാണ് അവിടെ കാറ്ററിംഗ്. സത്യത്തിൽ അവിടെ കമ്പനിയിൽ ഇന്ന് എന്തിൻ്റെ പാർട്ടിയാ? തമിഴ്നാട്ടിലെ ഏതോ കമ്പനിയുടെ കോൺട്രാക്ട് കിട്ടിയതിന് അതിന്റെ പാർട്ടി. ആ കമ്പനിയുടെ ഓണറായി നിൽക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ പാൻറ് വരുമെന്ന്. ഈ കൂളിംഗ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും പാർട്ടിക്ക് പോകാമല്ലോ. എന്തായാലും എൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടില്ലേ. ഇനി ഇവൾക്കുള്ള എൻ്റെ ഗിഫ്റ്റാണ് നിങ്ങളുടെ കമ്പനിക്കുള്ള എൻ്റെ കോൺട്രാക്റ്റ്. തമ്പി എപ്പടി? ரொம்ப பிரமாதமாக இருக்கு சார். அப்படியா? ஆமாம் சார்.